ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കേട്ടോ. അതായത് December 24th ട്യൂസ്ഡേ നൈറ്റാണ് കേട്ടോ. ഞാനും ചേട്ടനും നിക്കും കൂടെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ക്രിസ്മസ് സീസണിൽ നൈറ്റ് പുറത്തോട്ടിറങ്ങാൻ നല്ല വൈബാണല്ലേ. ലൈറ്റും ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അല്ലേ. ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ചർച്ചിലെ ക്രിസ്മസ് സെലിബ്രേഷനും ലൈറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അമരവിളയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിക്കുവിന് ലൈറ്റും സ്റ്റാർസും ഒക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. സോ അവൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് അതൊക്കെ നോക്കിയിരിക്കുവാണ്. വീഡിയോ എടുക്കുമ്പോൾ പോലും അവളൊന്നും നോക്കുന്നില്ലായിരുന്നു കേട്ടോ. ചുറ്റിനും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെന്താ എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് കിടന്നു. എന്താ ഐസ്ക്രീം കുടിക്കൽ തന്നെ. അത് നിക്കു കാണാതെ വേണം കുടിക്കാൻ, ടാസ്ക്കാണ്. ഞാൻ കുടിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ പതിവ് പോലെ നിക്കുവിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങി. ആ നടത്തം അവൾ വല്ലാണ്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്നെ അങ്ങ് ശ്രദ്ധിച്ചില്ല. ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു. പക്ഷെ കുറച്ച് ക്രൗഡായതുകൊണ്ട് നമുക്ക് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അവളത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നടത്തി. പക്ഷേ അവളെന്നെ കണ്ടുപിടിച്ചു. അവൾക്ക് കുറച്ച് കൊടുക്കേണ്ടിയും വന്നു. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങണതിൻ്റെ ഇടയിലാണ് നിക്കുവിന് ആ ബലൂൺ പോലത്തെ സംഭവമില്ലേ, ഫ്ലവർ പോലത്തെ, അത് മേടിച്ചത്. നിക്കുവിനെക്കാട്ടിൽ ആവശ്യം എനിക്കായിരുന്നു കേട്ടോ വാങ്ങണമെന്നുള്ളത്. അവളെ പേരും പറഞ്ഞ് ഞാൻ ഓരോന്നിങ്ങനെ മേടിപ്പിക്കുവാണ്. നിക്കു കരഞ്ഞ് വാശി പിടിച്ച് മേടിപ്പിക്കാനുള്ള അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇനിയും കുറച്ച് കാലം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് അവളെ കൊണ്ട് എല്ലാം മേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് ഞാനൊരു കപ്പ് മേടിച്ചു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ കപ്പ് മേടിച്ചു. അവിടെ നിറയെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് ജുവല്ലേഴ്സും എല്ലാ ഷോപ്പുകളും. ഇതൊക്കെ വെറുതെ ഞാൻ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും മേടിക്കാനൊന്നുമില്ല. ഒരുപാട് ഫുട്വെയറും ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ലൈറ്റ്സ് ഒന്നും പറയണ്ട കേട്ടോ. എല്ലാം അടിപൊളിയാണ്. സൂപ്പർ ആംബിയൻസ്. ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ലതായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ആംബിയൻസ്. അവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ സംഭവമാണ് കേട്ടോ ഇത്. ഈ ക്രിസ്മസ് ട്രീ ഒരുപാട് ടൈം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റ് ലൈറ്റ്സൊക്കെയും സൂപ്പർ തന്നെയായിരുന്നു. പക്ഷേ ആ ക്രിസ്മസ് ട്രീ കാണാനെന്തോ സൂപ്പറായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ വെറുതെ ഒക്കെ പോയൊന്ന് നോക്കിക്കൊണ്ടിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നുകൊണ്ട് നിക്കുവിനെ കൊണ്ട് അധികം ചുറ്റിക്കറങ്ങാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് നിക്കുവിനൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ ക്രിസ്മസ് അല്ലേ, അപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തില്ല. സോ അതുകൊണ്ട് അവളെ പിടിച്ച് നിർത്തിയിട്ടോ. ആദ്യമൊന്നും ആൾ സഹകരിച്ചില്ല, വലിയ താല്പര്യം ഇല്ലായിരുന്നു. അയാൾ ഓക്കെ ആയി ഞങ്ങൾക്ക് ചിരിച്ചൊക്കെ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ നിക്കുവിൻ്റെ തലയിരിക്കുന്ന ക്യാപ്പില്ലേ, അത് നിക്കുവിന് 4 മാസമായപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി മേടിച്ചതാണ്. നിക്കുവിന് 4 മാസമായപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു, ഇനി അടുത്ത വർഷം യൂസ് ചെയ്യാൻ നിർത്തി. പക്ഷേ ഇപ്പോൾ എടുത്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ അത് അവളുടെ തലയിൽ കുഞ്ഞായിപ്പോയി. പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞങ്ങളന്ന് ഫോട്ടോ എടുത്ത കേട്ടോ. അയ്യോ, തൊപ്പി എടുത്താ തൊപ്പി പോയി തലയില്. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അതായത് നമ്മുടെ ക്രിസ്മസ് ഡേ. നിക്കു രാവിലെ തന്നെ ബാഗ് എടുത്ത് തൊപ്പി വെച്ച് ഇറങ്ങിക്കുവാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ബാഗും തൂക്കി ഇങ്ങനെ നടക്കുവാണ് ആള്. കിച്ചണിൽ ഭയങ്കര പണിയാണ് കേട്ടോ. ഇന്നത്തെ മെയിൻ കുക്ക് നമ്മുടെ ഭദ്രയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അമ്മ ചിക്കൻ കറിയും വെക്കുകയാണ് കേട്ടോ. നിക്കുവിൻ്റെ പാല് അപ്പുറത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട് ഭദ്രയുടെ അടുത്ത ഡിഷ് കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ ബാറ്റർ ഉണ്ടാക്കുന്നത്. നോർമൽ കേക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഓവനിൽ വെക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുക കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും കേക്കിന് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് അവിടെ ഓവനിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡിനുള്ള ടൈമായി. നിക്കു ഉറക്കം എഴുന്നേറ്റ് അലമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇരിക്കാനൊന്നും ആൾ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ വൈൻ കുടിക്കുന്നത്. ശരിക്കും പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് വൈൻ ഇഷ്ടമായില്ല കേട്ടോ. ഈ വൈൻ എന്തായാലും ഇഷ്ടമായിട്ടില്ല. പലതിനും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതെനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല.
കഷായമൊക്കെ കുടിച്ച ഒരു പ്രതീതിയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ഞങ്ങൾ അതെ ഫ്രൈഡ് റൈസുണ്ട്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ കപ്പ, ഉള്ളിച്ചമ്മന്തി, അങ്ങനെ എല്ലാം വിഭവസമൃദ്ധമായിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഡിസംബർ ആദ്യം തൊട്ട് തന്നെ കേക്ക് കഴിച്ചു തുടങ്ങിയതാണ് കേട്ടോ. ഈ പ്ലം കേക്ക് അപ്പത്തൊട്ട് കഴിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് നമ്മളടുത്ത് നെക്സ്റ്റ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ, കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞ് എനിക്കെൻ്റെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു, അതായത് നേർ ഡാമിലോട്ടൊന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും മോളും കൂടെ വൈകിട്ടായപ്പോൾ ഡാമിലോട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടോ എന്തൊരു ഹാപ്പി വീട്ടിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലാതെ അല്ലേ, പെൺപിള്ളേർക്ക് വീട്ടിൽ പോകുന്നതായിരിക്കുമല്ലോ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഉറക്കത്തിൻ്റെ മൂഡിലാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അച്ഛൻ ക്രിസ്മസ് കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത്. എൻ്റെ അപ്പൂപ്പനും അമ്മയും കൂടെ നിക്കുവിന് ഒരു ക്രിസ്മസ് ക്യാപ്പൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് കെട്ടുകയാണ്. ഇവരെ കൊണ്ട് എല്ലാവർക്കും കേക്ക് കൊടുപ്പിക്കുകയാണ് കേട്ടോ. അവളാണ് ഇതെന്ന് എനിക്ക് തരാത്തേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിക്കുവിന് ഞാൻ ആക്ച്വലി ശരിക്കും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല കേട്ടോ, കേക്കും പുറത്തുനിന്നുള്ള ഫുഡും ഒക്കെ. പക്ഷെ വീട്ടിൽ പോകുമ്പം അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ എന്നെ വഴക്ക് പറയും കേട്ടോ അവൾക്ക് കൊടുക്കാഞ്ഞിട്ട്. അതുകൊണ്ട് നിക്കു മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് അവിടെ കേക്കൊക്കെ കൊടുത്തതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ക്യാപ്പൊക്കെ വലിച്ചൂരി ഇനി കേക്ക് കഴിക്കാമെന്നിരിക്കുകയാണ് കേട്ടോ. നൈറ്റ് ദേ നോക്കിയേ, അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ ഭയങ്കര വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതേ ഈ സാരി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, ഈ സാരിക്ക് ഒരു 10-40 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. എൻ്റെ അമ്മാമ്മയുടെ സാരിയാണ് കേട്ടോ, അതായത് നിക്കുവിൻ്റെ മുത്തശ്ശിയുടെ, എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ തന്നെ നിക്കു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ പുട്ടും കടലയും പപ്പടമൊക്കെ. പപ്പടവും ഞാൻ അധികം കൊടുക്കാറില്ല, ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ കേട്ടോ. അമ്മയുടെ ദേഹത്തൊക്കെ വെച്ച് തേക്കുകയാണ്, അങ്ങനെ കുറുമ്പ് കാണിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും നിക്കും കൂടെ അമ്മയുടെ ബേക്കിൽ നിന്നായി തലയിൽ എണ്ണ തേപ്പിക്കലും ബഹളമൊക്കെ ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറുമ്പൊക്കെ കാണിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ചേട്ടൻ വിളിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നെയ്യാറ്റിൻകരയിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.